തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമ വിവാദത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും വിദഗ്ധ സമിതിയിലുണ്ട്. അതേസമയം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. നാളെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുൻപിലും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനിൽ, ഈ പറഞ്ഞു വെച്ചതുപോലെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതി ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ആ കാഴ്ചകൾ കണ്ടതുമാണ്. നാളെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും കടക്കാനാണ് സാധ്യതകൾ. എത്തരത്തിലാണ് വിവരങ്ങൾ? സംഗീത, 4 അംഗ സമിതിയാണ് ഈ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ളത്. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 4 അംഗ സംഘത്തിൽ ആലപ്പുഴയിലെയും കോട്ടയത്തെയും മെഡിക്കൽ കോളേജിലെ മുതിർന്ന ഡോക്ടർമാരാണ്, പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളാണ് 4 അംഗ സമിതിയിൽ ഉള്ളത്. അവർ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ട്. ഇന്ന് തന്നെ ഈ ഡോക്ടർ ഹാരിസിന്റെ മൊഴി എടുക്കും, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ ആ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ഈ വിദഗ്ധ സമിതി ലഭിക്കുന്ന സൂചന. മറ്റൊന്ന്, ഈ ഡോക്ടർ ഉന്നയിച്ച വിഷയത്തിൽ കോൺഗ്രസിന്റെ പരസ്യ പ്രതിഷേധമാണ്. ഇന്നലെ മുതൽ തന്നെ കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. KPCC DCCകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിന് മുന്നിലും പ്രതിഷേധ പരിപാടികൾ, പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് DCCയുടെ പ്രതിഷേധ മാർച്ചും ധർണയും ഉണ്ടായിരുന്നു. അത് K മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത്. പോലീസുമായി നേരിയ തോതിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ആ രീതിയിലായിരുന്നു ആ സമരം ഉണ്ടായിരുന്നത്. മഹിളാ മോർച്ച മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. അതിലും നേരിയ സംഘർഷം ഉണ്ടായപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. നാളെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അവിടെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ നിന്ന് രാഷ്ട്രീയമായി ഈ വിഷയം ഉയർത്തുകയാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഘട്ടത്തിൽ ഇതിനെ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വിഷയം ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. തീർച്ചയായും അത് തന്നെയാണ്. നാളെ അതുകൊണ്ട് തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബിനിൽ ലീല സാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.